എല്ലാവരും വെയിലില്ലെങ്കിൽ നമുക്ക് അതിൽ ചെന്നിരിക്കായിരുന്നു ആ ചോളയിൽ. പറ്റില്ലല്ലോ. ചെന്നിരിക്കാം. അപ്പം വീട്ടിൽ പോയിട്ട് മസാല ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നാട്ടിലെ ഫുഡല്ലേ. ദാരിദ്ര്യമാണ് ഞാൻ ഇവിടെ വന്നിട്ട് പിന്നെ അറിയുമോ. പിന്നെ ഞാനിങ്ങനെയൊക്കെ കഴിച്ചു പോകുന്നു, ജീവൻ നിൽക്കുന്നു എന്ന് മാത്രം. എല്ലാം ശരിയാട്ടോ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എല്ലാവർക്കും ഉള്ള അനുഭവം. ഞാൻ വന്ന പക്ഷേ ഞാൻ പറഞ്ഞു എല്ലാവരും നാട്ടിലുള്ള സമയത്താണ് ഞാൻ വന്നത്. അത് കഴിഞ്ഞ് വല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അടുത്ത ഡിസംബർ ആവണ വരെ ഞാൻ പറ്റാതെ കഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാഴ്ച ആയല്ലോ. അപ്പം ഇപ്പം ഒന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇനി പോകെ ഇതെന്നെ കഴിച്ച് ഫുഡ് നമുക്ക് സെറ്റില്ലാത്തതുകൊണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഈ ഭയങ്കര പ്രശ്നമാണ്. ഇത് ഭയങ്കര പ്രശ്നമാണ് അവർക്ക്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാവും ഭയങ്കരമായിട്ട്. പക്ഷെ എന്താന്ന് പറയാ, ഫുഡ് കൊതിയാവാ. ഇവിടെ ഒന്നും കിട്ടില്ലേ? ഭയങ്കര ഇപ്പം നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും ഇല്ല സാധാ ഐസ്ക്രീമിന്. പിന്നെ കൊറോണട്ട് അങ്ങനെ സാധനങ്ങൾ കിട്ടും. ഇവിടെ കുക്കി ആണെങ്കിൽ തന്നെ സാധനങ്ങളില്ലാത്തത് വല്ലാത്തൊരു. അപ്പോൾ ഇവരുള്ളവർ എന്താ ഈ സാധാ വിൽക്കുന്നത്? എന്ത് കറിയും കഞ്ഞിയും ഒക്കെ വയ്ക്കുന്നുണ്ടാ? ഇല്ലടാ, ഗർദിയ മറ്റൊരു സാധനം ഉണ്ട്. എന്താ അറിയോ, ചുമ്മാ മീനില്ലേ, മീനിനെ തിളപ്പിച്ചിട്ട് ഒന്നും ഇടില്ല. മീനിനെ വെള്ളത്തിൽ തിളപ്പിക്കുക, എന്നിട്ട് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക, ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊന്നും തോന്നുന്നു, എനിക്കത് അറിഞ്ഞില്ല. ആ വെള്ളവും ആ ഒരു ചെറിയ പീസ് മതി, പച്ചമുളകും ചുമ്മാ കടിച്ച് കളഞ്ഞ് കഴിച്ചോളൂ. പിന്നെ ഈ പിള്ളേർ രാവിലെ ആണെങ്കിൽ മറ്റേ മിൽക്കോ എന്താണ് പറയുക, കുഞ്ഞു ബർഗറോ ഒക്കെ കഴിക്കണതാണ്. അതൊക്കെ കഴിക്കും. ഇവർക്കൊക്കെ ഇവിടെ വന്ന് വയ്ക്കാൻ പറ്റും കട. 2 രൂപ ആൾക്കാർ നമ്മൾ ഇടയ്ക്ക് വരാറുണ്ട്. 2 രൂപയാണ് സാധനങ്ങളൊക്കെ ഉള്ളത്. ബജ്ജിയൊക്കെ ഇല്ലേ, സമൂസ വെച്ചിട്ടില്ല, സമൂസ മറ്റേ വെച്ചിട്ട് റുബീനുണ്ട്. വീടുക ഇത് കണ്ടോ, ഇത് റുബീനുണ്ട് ഇവിടെ. ഈ തകരോ? ഈ തകരത്തിൻ്റെ അപ്പുറത്തുള്ള മിസ് പറഞ്ഞ കേട്ടോ, ഇതിൽ കൂടെ വരികയാണെങ്കിൽ അതിനെ വായുവന്ന് നമ്മൾ അത് വേണ്ട, ഇപ്പോൾ പോകണ്ട. ഇപ്പോൾ പോയാൽ അവിടെ നമുക്ക് കുറേ സമയം പാഴാവും. നാളെ അവിടെയും കറങ്ങാം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഓർമ്മയുണ്ട്, നീലടാറല്ലേ. ഇവിടേക്ക് ഇനിയും ഇത് വരുമോ, എന്താ സാധനത്തിൻ്റെ പേര്? അത് ശരി, ഇത് ഗൂഗിൾ മാപ്പ് ഇട്ട് വഴി തെറ്റുമ്പോൾ സിമിലറിറ്റി എന്ന് പറഞ്ഞ് കാണിക്കില്ലേ. നന്നാക്കാനോ? മത്തി എനിക്ക് ആകെ അറിയുന്നത് സയൻസ് സ്റ്റഡി സെക്ട് ചെയ്യാന്ന്. ഞാൻ അമ്മ നേരൊക്കെ നോക്കി ഇരിക്കാറുണ്ട്. ഇത് വലിയ ബോട്ടാണല്ലോ, ഇത് എന്ത് ബോട്ടാ? ഫിഷിംഗ് ബോട്ട് തന്നെയാണ് അതെല്ലാം. അല്ല, ഇതെന്ത് വേണ്ട ബോട്ട്, അത് ചിലപ്പോൾ നല്ല അക്യൂരേറ്റ് കിട്ടുന്ന മീനില്ലേ, അതിലേ അതൊക്കെ ഇടുന്ന മീനാണ്. ഇവിടെ വന്നിട്ട് ഏറ്റവും മോഡിഫൈഡ് ആയിട്ടുള്ള ബിൽഡിങ് ഈ ബിൽഡിങ്ങാണ്. ഇലക്ട്രിസിറ്റി ഓഫീസാണ് അത്. ഈ രാഘുവിൻ്റെ ഒരു ഓഫീസുണ്ട് ഇവിടെ. ഇപ്പോൾ മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇനി മീൻ വാങ്ങിക്കണമെങ്കിൽ കുറേ കഴിയുമ്പോൾ ഇവർ ആരെങ്കിലും ഒക്കെ തരും നമുക്ക്, അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇത് ഹെനക്ക, അതായത് ഇലക്ട്രിസിറ്റി ഓഫീസാണ്. ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ ഈ വഴി കൂടെ നേരെ പോയാൽ മീൻ വാങ്ങിക്കുന്ന കട.